നമ്മൾ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടെടുപ്പിന് ഇനി 4 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം ബേപ്പൂരിൽ റോഡ് ഷോ നടത്തും അമിത്ഷാ. ഉച്ചയ്ക്ക് 3 മണിക്ക് കുന്നത്തുനാട്ടിലും 6:15 കാട്ടാക്കടയിലും പൊതുസമ്മേളനങ്ങളിൽ അമിത്ഷാ പങ്കെടുക്കും. രാത്രി 9:30 പ്രവാസി പ്രവർത്തക സംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. നാളെ രാവിലെ 11 ഹരിപ്പാട് റോഡ് ഷോ നടത്തുന്ന അമിത്ഷാ ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിൽ തന്നെ തുടരുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ പ്രചാരണ പരിപാടികൾ തുടരുന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ LDF വിജയിക്കാൻ പോകുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ധർമ്മടം മണ്ഡലത്തിലെ മുഴപ്പാലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇന്നലെയായിരുന്നു ഈ ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 26 പൊതുയോഗങ്ങളെയാണ് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. നാളെ റോഡ് ഷോയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുന്നോട്ട് നീങ്ങിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരാശങ്കയും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ LDF വിജയിക്കാൻ പോകുന്നു. ഇത് ധർമ്മടം മണ്ഡലം എല്ലാ കാലത്തും LDFന്റെ ശക്തി കേന്ദ്രമാണ്. അതായത് പ്രചാരണ പരിപാടികൾ അതിന്റെ അവസാന ലാപ്പിലേക്ക് തന്നെ എത്തുകയാണ്. ഇനി കേവലം 4 ദിവസം മാത്രമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ശേഷിക്കുന്നത്. മറ്റന്നാൾ കൊട്ടിക്കലാശം കൂടി നടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ രാഷ്ട്രീയ കേരളം അക്ഷരാർത്ഥത്തിൽ ഉഴുതുമറിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് പ്രധാന മുന്നണികൾ ഒന്നടങ്കം കടന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി 2 തവണ കേരളത്തിൽ വന്നുപോയിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ നിരയിൽ പ്രത്യേകിച്ച് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയും 2 തവണ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ മല്ലികാർജുൻ ഖാർഗെ കേരളത്തിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ നിരവധിയായ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ് ഇന്ന് കേരളത്തിൽ NDAക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നയിക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. തെലങ്കാന മുഖ്യമന്ത്രി അടക്കം കേരളത്തിൽ വന്നുകൊണ്ട് UDFന് വേണ്ടി പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ, വോട്ടെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഓരോ മുന്നണികളും അവരുടെ വോട്ടുകൾ കഴിയുന്നത്ര ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്തും അതോടൊപ്പം തന്നെ VV അരുണും ആണ് ചേരുന്നത്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഇതാ ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. അതായത് ഇനിയിപ്പോൾ പരസ്യപ്രചാരണം, എന്നാൽ 2 ദിവസം കൂടിയാണ് പരസ്യപ്രചാരണത്തിന് ശേഷിക്കുന്നത്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പുള്ള വാദപ്രതിവാദങ്ങൾ, ശക്തിപ്രകടനങ്ങൾ, അത് അക്ഷരാർത്ഥത്തിൽ കേരളം ഉഴുതുമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ സജിത്ത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു ആവേശത്തിലേക്ക് പോകുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നുവെന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ വികസന വിഷയങ്ങൾ ഏറെക്കുറെ വലിയ കാര്യമായൊന്നും ഈ പ്രചരണ രംഗത്ത് ചർച്ചയായോ എന്ന കാര്യം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനുമപ്പുറം ഡീലടക്കമുള്ള വിവാദങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് നടത്തിയ കടന്നാക്രമണങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, CPMനെതിരെ നടത്തിയ കടന്നാക്രമണങ്ങൾ, ആ നീക്കങ്ങൾക്കൊക്കെയുള്ള മറുപടി എന്ത് എന്ന ചോദ്യം കൂടിയാണ് പ്രസക്തമാവുന്ന കാര്യം. മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ ഇന്നത്തെ ദിവസം, ഇനിയുള്ള 2 ദിവസങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം ഇന്നും നാളെയുമായി അദ്ദേഹത്തിന്റെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നടക്കാനുണ്ട്. ഒപ്പം അദ്ദേഹം ഈ പ്രചരണത്തിന്റെ അവസാന ദിവസം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾക്ക് എന്ത് മറുപടി എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആക്ഷേപങ്ങൾ ഓരോന്നായി നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിനപ്പുറം ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാനത്ത് പ്രചരണത്തിലെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാവരും ക്യാമ്പ് ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ഇന്നും പ്രചരണ പരിപാടികളുണ്ട്. മുഖ്യമന്ത്രിയുടെയും പര്യടന പരിപാടികൾ വിവിധയിടങ്ങളിൽ തുടരുന്നു. അദ്ദേഹം അവസാന ദിവസം സ്വന്തം മണ്ഡലം, സ്വന്തം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ള പ്രചരണത്തിലേക്ക് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ്. അതായത് സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട CPM രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടം കൂടി കണ്ണൂരായി മാറിയെന്ന സാഹചര്യം കൂടിയുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. അരുണ്, നമുക്ക് ഈ 2 ദിവസമാണ് മാത്രമാണ് ഇനി പരസ്യ പ്രചരണത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കേരളം പ്രതീക്ഷിച്ച വിഷയങ്ങളിലേക്ക് പ്രചരണ രംഗം കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? വികസനം പരമാവധി കൊണ്ടുവരാൻ ഇടതുമുന്നണി ശ്രമിച്ചു, CPM ശ്രമിച്ചു. അത് ഏറെക്കുറെ പലയിടത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വികസനം വരുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അത്തരം വികസനമുണ്ട് എന്ന ചില പ്രതിപക്ഷ നേതാക്കൾ പോലും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്കുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച. വയനാട് പുനരധിവാസം ഏറ്റവും സജീവ ചർച്ചയായി മാറിയൊരു വിഷയമാണ്. എന്തുകൊണ്ട് അവിടെ ആളുകൾക്ക് താമസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല? സർക്കാർ ഉയർത്തുമ്പോൾ കോൺഗ്രസ് പിരിച്ച പണം എവിടെ, യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്ന കണക്ക് ചോദിപ്പാണ് പ്രധാനമായും ഇടത് കേന്ദ്രങ്ങളുണ്ട്. ഇന്നലെ അതിനൊരു മറുപടിയുമായി KPC അധ്യക്ഷത രംഗത്തെത്തി. പക്ഷെ അത് ഇടതുപക്ഷത്തിന് അത്ര തൃപ്തികരമായ മറുപടിയല്ല. കാരണം ഭൂമി വാങ്ങാൻ തന്നെ പണം ചിലവായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരും. മുഖ്യമന്ത്രി അടക്കം പ്രതികരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകര ശക്തമായ പ്രചരണ വിഷയമായി മാറിയെങ്കിൽ അതിന് സമാനമായ ഒരു വിവാദം ഇപ്പോൾ പേരാമ്പ്ര കേന്ദ്രീകരിച്ചുണ്ടാകുന്നുണ്ട്. 2 സ്ഥാനാർത്ഥികളും മതവിദ്വേഷ പ്രചരണം നടത്തുന്ന പരാതിയുമായി പരസ്പരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി, നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയ പരാമർശങ്ങൾ CPM കേന്ദ്രങ്ങളെ വലിയ അപ്രീതിക്കിടയാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്നലെ ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരെ പോലും സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വിവാദത്തിന് കൂടി ഈസ്റ്റർ ദിനത്തിന് തലേന്ന് രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരുന്നു. അതും സർക്കാരിന് മറുപടി, മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിറക്കി അത് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നെങ്കിൽ പോലും അതിലും കൂടുതൽ മറുപടികളുണ്ടാകും. അങ്ങനെ ഓരോ ദിവസവും മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും. അരുൺ, ഇതൊരു ചോദ്യം. അരുണ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഈ നിയമസഭയിൽ ഒരു ഈ ഇലക്ഷന്റെ ത്രൂ ഔട്ടിൽ ഒരു ചർച്ചയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഈ സർവേകളിൽ വന്ന പല സർവേകളിലും ശബരിമല വോട്ടിംഗ് പാറ്റേണിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയില്ല എന്ന സൂചനയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ന്യൂസ് 18 പുറത്തുവിട്ട വോട്ട് വൈബ് സർവേ അടക്കം അതിലടക്കം ശബരിമല ഒരു വലിയ ഫാക്ടറല്ലെന്ന് പറയുന്നു. പക്ഷേ ഈ പ്രചരണത്തിന്റെ അവസാന ദിവസം വരുമ്പോൾ സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ സ്വർണ്ണക്കൊള്ള ശബരിമല വിഷയം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി ഇന്നലെ അത് പരാമർശം പോയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട. അപ്പോൾ ശബരിമല വിഷയം അവസാന ഘട്ടത്തിൽ അതങ്ങ് ഏറ്റെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമല ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്, BJP വ്യക്തമാക്കി ശബരിമല ഉയർത്തിക്കൊണ്ട്. പക്ഷേ മറ്റു പല വിഷയങ്ങൾ വന്നുകൊണ്ടാകും ഒരുപക്ഷെ ശബരിമല ആ രീതിയിൽ ഏശിയിരുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന് പൊറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് 2 വരി പാട്ട് പാടുകയും മുഖ്യമന്ത്രി അതിന് മറുപടിയുമായി രംഗത്ത് വരും. മുഖ്യമന്ത്രിക്ക് മുതലേ സൈബർ ടീമുകൾ അത് ഏറ്റെടുത്തു. അത് രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത് എവിടെയെന്ന തരത്തിലുള്ള പ്രചരണമുണ്ടായി. മുഖ്യമന്ത്രി അതിന് സമാനമായ ഒരു മറുപടിയാണ് തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനം നൽകിയത്. വീട്ടിൽ വന്നവർ ആരൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന മറുപടി മുഖ്യമന്ത്രി നൽകി. അതോടുകൂടി ശബരിമല വീണ്ടും ഇന്നലെയും ഒക്കെ അതുതന്നെയാണ്. ഈ CPM BJP ഡീലിന്റെ ഭാഗമായാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രി പ്രതിപാദിച്ചില്ല എന്ന ഒരു ആരോപണം കോൺഗ്രസ് ഉയർത്തി. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അതും മാറുകയാണ്. ഈ CPMന്റെ പ്രതിരോധത്തിൽ ഒരു പിഴവ് പറ്റിയത് MA ബേബിയുടെ വാക്കുകളാണോ എന്നൊരു സംശയമുണ്ടല്ലോ. കാരണം സോണിയാഗാന്ധിക്ക് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന ഒരു തരത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വത്തെ, ഏറ്റവും പ്രധാന നേതൃത്വത്തെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ CPM ശ്രമിച്ചു. പക്ഷേ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന കാര്യം MA ബേബി അംഗീകരിക്കില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇതിന്റെ പ്രതിരോധത്തിൽ CPMന് ഒരു പിഴവായി മാറുന്നുണ്ടോ? CPM നേതാക്കൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് സോണിയാഗാന്ധിക്ക് പങ്കുണ്ട് എന്നൊരു ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് BJP K സുരേന്ദ്രനാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹമാണ് ആദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ അപ്പോഴും CPM നിലപാട് ആ വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ എങ്ങനെ ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത കെ കരുണാകരൻ ലീഡറിനെ പോലും അകറ്റി നിർത്തിയിരുന്ന 10 ജൻപതിലേക്ക് എങ്ങനെ ഈ സ്വർണം വിറ്റവരും അല്ലെങ്കിൽ ആ മോഷ്ടിച്ച ആളും ഒരുമിച്ചെത്തി അവർക്കൊപ്പം നേതാക്കൾക്കൊപ്പം എത്തിയ ചോദ്യമാണ് CPM ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. MA പ്രതികരണത്തെ മറ്റു തരത്തിലാണ് CPM എന്നങ്ങൾ പറയുന്നത്. കാരണം നേരിട്ട് സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ CPM പറഞ്ഞില്ല. പക്ഷേ എങ്ങനെ അവർ അവിടെ എത്തി, അതിനെ ഈ അടൂർ പ്രകാശും ആന്റോണിയും അടക്കമുള്ള കേരളത്തിലെ നേതാക്കൾ കൂട്ടുനിന്നു. അതാണ് CPM ആരോപണം. അതുകൊണ്ടാകാം ഒരുപക്ഷെ MA ബേബി ആ രീതിയിൽ അതിനെ സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു പോകാത്ത. പക്ഷേ പ്രധാനമന്ത്രി പറയുമ്പോൾ BJP പറയുമ്പോൾ അങ്ങനെയല്ല, സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളവർ സോണിയാഗാന്ധി ഉൾപ്പെടെ BJP ആരോപണം ഉന്നയിക്കുന്നു. ഈ പ്രചരണത്തിന്റെ തുടക്കത്തിൽ നമുക്കറിയാം കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പവും ഉണ്ടാവില്ല എന്ന് തോന്നലുണ്ടാക്കിയെങ്കിലും സ്ഥാനാർത്ഥി നിർണയം വലിയ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടാക്കി. പക്ഷേ അതൊക്കെ പെട്ടെന്ന് മറികടക്കാൻ UDF ക്യാമ്പിന് കോൺഗ്രസിന് കഴിഞ്ഞു എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട്. കാരണം ആശയക്കുഴപ്പം എങ്ങനെയൊക്കെ അവർ പരിഹരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.